ഈ ഞായറാഴ്ച ചിങ്ങം ഒന്ന് വന്നതുകൊണ്ട് ഒരു സമാധാനം. അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ സ്ഥിരം പോകുന്ന അമ്പലം നമ്മുടെ ഹോസ്റ്റലിന് തൊട്ടടുത്തുള്ളൊരു ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലാണ്. ഇവിടെ എത്തിക്കഴിയുമ്പം എനിക്കൊരു പ്രത്യേക സന്തോഷം, സമാധാനം. കുറേ സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കിവിടെ എത്തുമ്പോൾ ഒരു സമാധാനമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നമുക്കിന്ന് പായസം കിട്ടി. 1-ാം തീയതി ആയതുകൊണ്ടായിരിക്കും പായസം ഉണ്ടായിരുന്നു. അതും മേടിച്ച് ഞാൻ കഴിച്ചിട്ടില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാറ്റിയത്. അതേ വീണ്ടും എടുത്ത് വെച്ചു. വീഡിയോ എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു. എനിക്ക് ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തോട്ട് ഇറങ്ങി ഈ വാതിൽ കാണുമ്പോൾ എത്ര തവണ നോക്കിയിരിക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഇതിലിങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ കൊത്തുപണി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്നും പുറത്തോട്ട് ഇറങ്ങി ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ കാൽ നട എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ വെജിറ്റേറിയൻ ഹോട്ടൽ തപ്പുവാണ്, വേറെ എങ്ങോട്ടും അല്ല. മസാല ദോശ, അമ്പലവും മസാല ദോശയും തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുണ്ട്. അവിടുന്ന് ആദ്യം വെള്ളം വന്നു, ചായ വന്നു, മസാല ദോശ വന്നു. ഈ ഷേപ്പ് മസാല ദോശ ഞാൻ ഇവിടുന്നാണ് കഴിക്കുന്നത്. നല്ലതായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്ഥിരം കഴിക്കാറുള്ള സ്ഥലമാണ്. അവിടുന്ന് അതും കഴിച്ച് എനിക്ക് ചായ ഒന്നിലങ്ങോട്ട് ഒതുക്കാൻ തോന്നിയില്ല. വീണ്ടും ഞാനൊരു ചായ പറഞ്ഞു. എന്നിട്ട് ഞാനത് ബില്ലടിക്കാൻ ചെന്നത് 2 ചായ എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി എന്നിങ്ങനെ നോക്കുമായിരുന്നു. 2 ചായ സ്ഥിരം വരുമ്പോൾ 2-3 ചായയാണ് ഇവിടുന്ന് കുടിക്കുന്നത്. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് പൂവും കായും എല്ലാം വീഡിയോ എടുത്ത് റൂമിൽ ചെന്നിട്ട് നമ്മൾ ഒരാഴ്ചത്തെ അവലോകനം, അങ്ങനെയല്ലേ പറയണേ, അതിങ്ങനെ നടത്തുകയാണ്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയത്. അതും കഴിഞ്ഞൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഒക്കത്തിരുന്ന് ചായ കുടിക്കണമെന്ന് നിർബന്ധം പിടിച്ച് അവിടെ ചെന്ന് ഇവിടുത്തെ കടികളൊക്കെ തണുത്തിരിക്കുമായിരുന്നു. കുഴപ്പമില്ല, ചായ മേടിച്ചു. പിന്നെ കാടമുട്ട മേടിച്ചു. മുട്ട വിട്ട് കളിയില്ലല്ലോ. പിന്നെ അതും മേടിച്ചു. പഴംപൊരി മേടിച്ചു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര ചമ്മലാണ്. ഒരു വിധമാണ് ഞാൻ ഈ ഒന്ന് ഫേസ് കാണിക്കാൻ കിടന്ന് ബുദ്ധിമുട്ടുന്നത്. എന്തൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നീ എന്ത് ചെയ്താലും നോക്കില്ലടി എന്ന് പറഞ്ഞിട്ടാണ് കുനിഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലാവും. അവിടുന്ന് നമ്മൾ ജസ്റ്റ് സൈഡിൽ പോയി ഡ്രസ്സ് എടുക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഫീൽ ചെയ്തത്, എനിക്കങ്ങനെ അധികം ഒന്നും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല. സുഡിയിൽ ഇതിലും കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇവിടുത്തെ എമൗണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞങ്ങളെല്ലാവരും ഒരേ കളർ ഡ്രസ്സ് എടുത്തിട്ട് ഒരാൾ മാത്രം അധികം ഡ്രസ്സ് എടുത്തു. ബാക്കി അത് ഞാൻ അവിടെ ഉപേക്ഷിച്ചു. നല്ല റേറ്റ് ആയിരുന്നു. പിന്നെ അവിടുന്ന് വേറെ ഫ്രണ്ട്സിനെ നോക്കിയിരുന്നു. അവർ മന്ദം മന്ദം വരുന്നുണ്ട്. സലൂണിൽ ഹെയർ കട്ടിനൊക്കെ പോയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ മുടി മുറിച്ച കഥയും ഒക്കെ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് തരികയാണ്. ഇത് ഹെയർ കട്ട് ചെയ്തത് അതൊക്കെ കാണിച്ചു. വീണ്ടും ഞങ്ങൾ പാലത്തിൻ്റെ താഴെ പോയി ചായയൊക്കെ കുടിച്ചു. അനുഗ്രഹമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും അവിടുന്ന്